ഇപ്പൊ അങ്ങനത്തെ കാലമല്ലേ. അല്ല, ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആരെങ്കിലും മോഷ്ടിക്കാൻ വരും? എന്നാലും കരുതിയിരിക്കണം. നല്ല ആരല്ലേ ഇവിടെ? പച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ബാക്കിയുള്ളവരോട് പോയി പാടിട്ടുമായിരുന്നു. എവിടെ അനങ്ങി പോകരുത്. ആരാ? ഞാൻ ഈ വീട്ടിന്റെ ഓണർ. നീ ഈ വീടിന്റെ? അല്ല, ഓണർ അല്ല, ഞാൻ ഈ വീട്ടിന്റെ സെക്യൂരിറ്റി കം സ്റ്റാഫ്. ഈ വീട്ടിലുള്ള അനങ്ങിയ പോലും ഈ ഞാൻ അറിയും. ഞാൻ ഇപ്പൊ എന്താണ് മക്കളെ? അല്ലല്ല, ഇപ്പൊ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം പറയും. നിങ്ങൾ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു പറയും. അത് നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യം? അത് ഇപ്പൊ നിങ്ങളെ ഇപ്പൊ അകത്തോട്ട് വരണമെങ്കിൽ എന്റെ ആശാനോട് പെർമിഷൻ ചോദിച്ചിട്ട് വേണം വരാൻ. മുൻകൂട്ടി പെർമിഷൻ ഒക്കെ എടുക്കണം. അതെ, നിന്റെ ആശാന്റെ അടുത്ത്. എടാ കൊച്ചെറുക്ക, നിന്റെ ആശാൻ എന്ന് പറയുന്നത് എന്റെ ആരാന്ന് അറിയും? അതിപ്പോ എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അറിയേണ്ട ആവശ്യമില്ല? ഇല്ല. എന്നാ എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട്. എന്റെ അപ്പൂപ്പനാണ് നിന്റെ ആശാൻ, മനസ്സിലായോ? കേട്ടോ? അവിടെ അങ്ങോട്ട് മാറി ഇന്ന് കേട്ടോ, എന്നെ തടയാൻ നീ വരണ്ട. ഉണ്ടാക്കിയ ശേരം എന്റെ ആശാനോട് പോയി പെർമിഷൻ എടുക്കാതെ. എന്റെ ആശാന്റെ അപ്പൂപ്പനെന്നാണ് ഈ ചെറുക്കിന്. നീ ഇങ്ങോട്ട് മാറിയില്ല. ഓക്കെ, എടാ, എന്റെ സൈക്കിളില് കുറച്ച് പച്ചക്കറികൾ ഇരിപ്പുണ്ട്. അതെടുത്ത് അകത്തേക്ക് വെച്ചേ കേട്ടോ. അല്ല വേണ്ട, നീ അകത്തേക്ക് നീ അകത്തൊന്നും കയറി അങ്ങനെ ശീലിക്കണ്ട. ഇവിടെ പുറത്ത് വെച്ചിരുന്നാൽ ഞാൻ പിന്നെ ഒന്ന് എടുത്തോളാം. ഓക്കെ? അല്ല, ഞാൻ നിങ്ങളെ പച്ചക്കറി എടുത്തു വെച്ചാൽ നിങ്ങളെ വേലക്കാരനൊന്നും അല്ല. ഞാനാണെങ്കിൽ യൂട്യൂബിൽ 1000 കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണേണ്ട രീതിയിൽ കാണണം. സൗകര്യമില്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഒബേ മൈ ഓർഡേഴ്സ്. പോയി എടുത്തു വയ്ക്ക്. ഓക്കെ? എനിക്കൊരു പാരയാവുമല്ലോ. ഇത് എല്ലാരും എവിടെ പോയത്? കഥവും തുറന്നിട്ടൊരു ചെറിയ പയ്യനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയിരിക്കുന്നു. അച്ഛമ്മ പോയി. രാമങ്കൾ എവിടെ? മോളി കാണാം. എന്തോടെ? മതിയായി ഈ ഭൂമിയിലെ ജീവിതം. ഇന്നെനിക്ക് മതിയായി. എന്ത് രസമായിരുന്നടി നമ്മുടെ ജീവിതം. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരു വാക്കിൻ്റെ അടുത്ത് പറഞ്ഞുകൂടെ? രമേശ് കുഴപ്പമില്ല. ഇത് വിഷമല്ല, ഇതൊരു രക്ഷപ്പെടലാണ്. ഈ വിഷമത്തിൽ നിന്നുള്ള എന്റെ രക്ഷപ്പെടൽ, എന്റെ സന്തോഷം. എന്താ അവിടെ? ആരെങ്കിലും വീണോ അവിടെ? എന്ത് ശബ്ദം കേട്ടവിടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു എന്തോന്ന് കൊണ്ടുപോ. നീ എന്തിനാണ് കൂവണം? നീ ഇപ്പൊ എപ്പോ വന്ന്? എന്ത് കാര്യം? എന്തിനു വിഷമൊക്കെ കുടിക്കണേ? എന്ത് വിഷമോ? എനിക്കൊരു വിഷമോ ഇല്ലടി. എടി, മറ്റന്നാൾ ഒരു സിനിമയിലെ ഓഡിഷൻ, ഞാൻ അത് പ്രാക്ടീസ് ചെയ്തതാണ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ലെന്ന് വിചാരിച്ചിട്ട് തുറന്ന് പ്രാക്ടീസ് ചെയ്തപ്പോ അവള് ഇതാ ബസ് പിടിച്ച് വന്നേക്കുന്നു. ബസ്സല്ല, സൈക്കിൾ. എന്തായാലും വന്നല്ല. എന്താ?
എന്റെ അമ്മേ. എടാ രാമേ, ഒന്നിങ്ങോട്ട് ഓടി വന്നേ, എന്റെ കൈ പോയി. ആരേലും വന്നോ? ശങ്കര, ആരും ഇല്ല ഇവിടെ. അയ്യോ, ഇത്ര സൗണ്ട് കേട്ടോ. അപ്പാച്ചി. അപ്പാച്ചി എന്താ പറ്റി? ബഹളം കേട്ടോണ്ട് ഓടി. അയ്യോ, തൊള്ളില്ല, തൊള്ളില്ല. അയ്യോ, ഓടി വന്നതാ. ഇവളാണ് ബഹളം വെച്ചത്. ഞാനല്ല. എന്താ അവിടെ? അത് അച്ഛമ്മ എനിക്കൊരു ചെറിയ ഒരു അബദ്ധം പറ്റി. എന്തോ അബദ്ധമാ? രാമങ്ങൾ എന്തോ ഒരു സിനിമയുടെ ഓഡീഷന് വേണ്ടി സൂസൈഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാറ്. അപ്പൊ ഞാൻ വിചാരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോണം. നീ വിചാരിച്ചല്ലേ അവനെ കൊള്ളാറുന്നല്ലേ? നിന്റെ ബഹളം കേട്ടോ ഞാൻ ഓടി വന്നറിയാം. എന്റെ കൈ പോയി. സോറി അച്ഛമ്മ. അച്ഛമ്മ പിടിക്കാനെന്നെ. ഓ പിടിക്കാം. അയ്യോ, അപ്പുറത്ത് വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇതിപ്പോ ഞാൻ എവിടെ പിടിക്കണത്? ഒക്കെ നീ കണ്ടോ പിടിച്ചോണ്ടല്ലേ? ഒക്കെ പതുക്കെ പതുക്കെ. അയ്യോ, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. പഠിക്കല്ലേ? പിന്നെ പിടിക്കാൻ പറഞ്ഞു പൊക്കാണ്. അയ്യോ, അപ്പൊ ചെന്ന് എനിക്ക് പൊക്കടി ഒന്ന്. എവിടെ? ഇവിടെ കൈ. പതുക്കെ എണീക്കാൻ പറ്റും. കൈ പിടിക്കല്ലേ? ഇല്ല ഇല്ല. അയ്യോ, അച്ചാറ് മാറ്റില്ലല്ലോ. ചിപ്സ് കൊള്ളാം. കുഴപ്പമില്ല, ഇത് മതി. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തൊരു ഉറങ്ങുന്നു? ഉറങ്ങിയതല്ല, ഞാനാണെങ്കിൽ കാറിനെ പറ്റി ചിന്തിച്ചത്. കാറിനെ പറ്റി ചിന്തിച്ച? ഓ, എന്തോന്ന്? ഇതിന്റെ ഈ കുഴപ്പത്തിനെ പറ്റി. അന്ന് വല്ലതും പിടി കിട്ടിയാ? ഇല്ല ആശാനെ, പക്ഷെ എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്തിനാണ്? എന്താന്ന് വെച്ചാ നമുക്കാണെങ്കിൽ കാറാണെങ്കിൽ ചെറിയൊരു വില കൊടുത്തങ്ങ് വാങ്ങാം. എന്തിന്? ഞാൻ പറയണ ആശേ, അത് നമുക്ക് ചെറിയ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അതിന്റെ ഗ്ലാസ് ഇല്ല അവിടെ വെച്ച് നമുക്ക് ഗ്ലാസ് മാറ്റിയിട്ട് നമുക്ക് വല അടിക്കാം. എന്നിട്ടാണെങ്കിൽ അതിന്റെ അകത്ത് കുറെ കോഴി കുഞ്ഞുങ്ങളെയും കോഴീനെയൊക്കെ വളർത്തി കോഴി മുട്ട ഇടുമ്പോ നമുക്ക് അതൊക്കെ എടുത്ത് വിറ്റ് നമുക്ക് പൈസ സമ്പാദിക്കാം. അതിന്റെ ഇറച്ചിയൊക്കെ വിട്ട് നമുക്ക് ലാഭമല്ലേ? ശങ്കര, നീ എന്റെ കാറിനെ കോഴിക്കൂടാക്കുമല്ലേ? അതിന്റെ ഒരു ഐഡിയ അല്ല, നല്ലതല്ലേ? നമുക്ക് പൈസ കിട്ടൂലേ? അപ്പോ അയ്യോ, എന്റെ പൊന്നു മക്കളാ, നീ എപ്പോഴും എന്റെ ചാച്ചിയോടാ? ചേച്ചിയാ? ചേച്ചിയുടെ വീട്ടിലുണ്ട്. ഉണ്ടാ? എന്റെ അച്ഛൻ പിശുക്കൻ ജോലിക്ക് പോണണ്ടാ? ഉണ്ട്. ജോലിക്ക് പോകാതെ ഇപ്പഴും പണ്ടത്തോലെ നക്കിത്തനം തന്നെ ചെറുതായിട്ട്. വലിയ കഷ്ടം തന്നെ മക്കളെ. അപ്പൊ ഒരു കാര്യം പറഞ്ഞോ, അച്ഛമ്മ വീണ്. എവിടെ വരുന്നേ? അതുണ്ടല്ലോ, രാമങ്കള് എന്തൊക്കെയോ കോപ്രായോ ഒക്കെ കാണിച്ച് ഞാൻ അത് കണ്ട് പേടിച്ച് അച്ഛമ്മയെ വിളിച്ചു. അപ്പൊ അച്ഛമ്മ പെട്ടെന്ന് ഓടി വന്ന ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ചറക്കി. വേറെ വലിയ കുഴപ്പമില്ല ഉണ്ടാ? വേറെ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കൈ ഒന്ന് ഉള്ളിക്കുക. എത്ര ഒരു കാര്യം ചെയ്യാം, ഈ കാറിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. കാറെടുത്ത് തലയിൽ വെച്ചോണ്ട് പോയാ മതി. ഉള്ളതല്ലേ പറഞ്ഞ? എന്തെങ്കിലും ഉള്ളത് പറഞ്ഞു. നീ വലിയ സംസാരിക്കുന്ന ഇടയ്ക്ക് സംസാരിക്കല്ലേ? പറഞ്ഞു ഉറങ്ങി അയച്ചിരുന്ന എന്റെ ഐഡിയ. ഇതിനെവിടെ കിട്ടിയത്? കൊള്ളാലത്. പാവം നല്ല ഇറങ്ങുന്നതാണ് കേട്ടാ, കുഴപ്പമൊന്നുമില്ല. അത്ര പാവമൊന്നുമില്ല. വന്ന് കയറി ഉടനെ എന്നെ ഒന്ന് ചൊറിയാൻ ശ്രമിച്ചു. പിന്നെ കണ്ടോ, മുട്ടേന്ന് വിരിച്ചിട്ട് എണീച്ച് വന്നാണ്ടോ? ഗുരുതര് കേട്ടോ. മതി മതി മതി, അത്രയൊക്കെ മതി. അതൊക്കെ മതി. എവിടെ പോണേപ്പോ? ശരി മക്കളെ, ഞാൻ അങ്ങോട്ട് വരാം, നീ പോ കേട്ടാ. ആശാനെ, ഈ തക്കാളി പോലത്തെ മോന്തമുള്ളവർക്ക് ഇട്ട് ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കണേയാണ്, ഇത്തിരി മുട കൂടുതലാണ്. എടാ, അവളവിടെ കളിച്ചാണ്ടല്ലേ നിന്നെ വലിച്ചു കീറി ചെവറില് ആർത്താച്ചാൻ കൂട്ടി കേട്ടാ. ആശാനെ, ഒരു കാട്ടില് ഒരു സിംഹം മതി, 2 സിംഹം വേണ്ട. ഓഹോ, അപ്പൊ അങ്ങനെ ആയാ നീ നിന്റെ ജോലി നോക്കിയാ മതി. അവളെ ജോലി നോക്കിയോളും കേട്ടാ. കൂടുതൽ പണ്ടടുത്ത് കളിച്ചാൻ പോവല്ലേ. നിനക്ക് അവളെ സ്വഭാവം അറിഞ്ഞൂടാ. എന്റെ സ്വഭാവം ആക്കും അറിഞ്ഞൂടാ. ശരി, ഒരു കാര്യം ചെയ്യാം. ഞാനേ കമ്പ് ഇവിടെ ഇത് അകത്തുകൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടാ. കടന്നു തുടങ്ങല്ലേ? ഇല്ല ഇല്ല ഇല്ല. വണ്ടിയിൽ എന്തെങ്കിലും പണി കൊണ്ട് നോക്കടാ. ഓ, എവിടെ പോണു? ഞാൻ ഇത് അകത്തോണ്ട് കൊടുത്തിട്ട് വരട്ടടാ. ഓ, ശരി ശരി ശരി. ആശാൻ പോണ ടൈം കൊണ്ട് ശകലം കൂടെ കിടന്നുറങ്ങാം. എല്ലായി
കയ്യങ്ങ് വേനെടുത്ത്. പിങ്കി ഇങ്ങോട്ട് വന്നേ റാമേ. വന്നു വല്ലതും കഴിക്കേ, വാ ഇങ്ങോട്ട്. എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് വാ. ആ നോക്ക്, നിനക്ക് ഇഷ്ടമുള്ളതല്ലേ ഇത്? റാമേ നിനക്ക് ഇഷ്ടമുള്ളതല്ലേ? എനിക്ക് ഓ ആ പച്ചമുളക് എല്ലാം കൂടെ അങ്ങോട്ട് ഞെരടിയിട്ടേ. ആന്തോന്ന് ഇത് കുറവടി, അത് കൂടുതൽ. അതെ അവള് ആ ചുവന്നുള്ളി ഇല്ലേ നല്ലോണം ഞെരട്. നിനക്കറിയാമോ കൈ എഴുതാനും അരിമ കയ്യൊന്നും കഴുകണ്ട. അയ്യോ നേരത്തെ പറയുന്നത് ആ പച്ചമുളക് അയ്യോ പിന്നെ എടുത്ത് ഞെരണ്ട. എങ്ങനെയുണ്ട്? കൊള്ളോ അടിപൊളി. ആ എന്റെ കൈ വയ്യാഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ? അയ്യോ ഉമ്മുണ്ട്. വേണ്ട വേണ്ട ഇരിക്കാം. എരിവ് എനിക്ക് വേണ്ട. ആ നിങ്ങൾ കഴിക്കട്ടെ, ഇനി ഇരിപ്പുണ്ടേ വേണമെങ്കിൽ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടെ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. കൈ ഇച്ചിരി വേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട, ദേ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കല്ലേ. ആ കഴിക്ക്. ഇതെങ്കിലും കുറച്ച് പെട്രോൾ തലയിൽ കൂടെ വീതി തീറ്റണ്ട. സോറിയാ, ഞാൻ ഇതിനകത്തിരിക്കണം. നീ കണ്ടില്ലേ? ആശാനെ ഞാൻ കണ്ടില്ല. ആശാൻ അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നില്ലേ? ഞാൻ കിടന്ന് ഉറങ്ങി എനിക്ക് ഞാൻ കണ്ടൊന്നുമില്ല. ആശാനല്ലേ പറഞ്ഞ ഇത് കഴുകണോന്ന്? ഞാൻ എപ്പോഴ് രാവിലെ കഴുകാനല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? വൈകുന്നേരം ആശാനെ രാവിലെ ആണ് കഴുകാൻ പറഞ്ഞത്. പക്ഷെ എനിക്കാണെങ്കിൽ അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ ബിസി ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇതായത്. അപ്പൊ ഞാൻ ആശാൻ പറഞ്ഞത് കേട്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ കഴുകിയത്. ഇപ്പൊ ഞാൻ ഫ്രീ ആയിരുന്നു. ഫ്രീയാ? ഓ ഫ്രീ. അവന്റെ ഫ്രീ എന്നെ പറ്റി ഒന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഹലോ, ഞാൻ വീട്ടില് അല്ല, വർഷാപ്പില്. ആശാന്റെ ഞാൻ ആശാന്റെ വർഷാപ്പില്. എന്ത്? അല്ല സ്കൂള് മഴ ആയതുകൊണ്ട് അവധിയല്ലേ? അല്ല സ്കൂള് മഴ ആയതുകൊണ്ട് അവധി. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാൻ വന്നോളാം. ഓ എന്ത് നിന്റെ മുഹൂർമാതി വല്ലാതിരിക്കണേ? ആശാനെ, അച്ഛനാണെങ്കി ഇപ്പൊ ഇങ്ങോട്ട് വന്ന ആശാനെ എന്നെയും കൊന്നിട്ട് ഇവിടെ കുഴിച്ച് മൂടിയിട്ടേ പോകോളം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെല്ലാം. എന്തോ അർജന്റ്. അർജന്റാ? എന്റെ പൊന്നു മക്കൾ ഒരു കാര്യം ചെയ്യോ, ഇവിടുന്ന് പോ, അച്ഛന്റെ അടുത്ത് പോ. എന്റെ അച്ഛൻ ഇവിടെ വന്നുണ്ടല്ലേ എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും. പെട്ടെന്ന് വീട്ടിൽ പോ. ആശാനെ എങ്ങനെ ഞാൻ പോകും? നീ എങ്ങനെയെങ്കിലും പോടെ, ഇവിടുന്ന് പോയി തന്നാ. അയ്യോ വയ്യ, ക്ഷീണിതനാണ്. അയ്യോ അനങ്ങാൻ വയ്യേ. തൊണ്ടവഴ കഴിച്ച് ക്ഷീണിതനായി ഞാൻ. ആ വെള്ളം കുടിച്ചാണ് ഇത്ര സീനായത്. സത്യം, കുറച്ച് വെള്ളം കുടിച്ചു. അവിടെ ഇരുന്നപ്പോ അറിഞ്ഞില്ല കേട്ടോ. ആ ടേസ്റ്റ് വെള്ളം അങ്ങ് കുടിച്ചു. നീയാണ് ഈ വാചോടിച്ച് ഇരുന്നത്, അതുകൊണ്ടാണ് ചുമ്മാ അറിയാതെ. ഓ അറിഞ്ഞേ ഇല്ല അങ്ങ് തിന്നത് അല്ലേ? ചുമ്മാ തിന്നോണ്ടിരുന്നു.
അങ്കിളേ അപ്പച്ചി ഏത് ടെസ്റ്റ് എഴുതാൻ പോയേ? അവള് PSC ഇന്ന് എന്തിനാണെന്തോ പോയത്? എല്ലാ ടെസ്റ്റിനും പോകും. ഞാനിങ്ങനെ ഒന്ന് കിട്ടും പോയാ. നീ പാടി വിടും. അവള് പോയ കട്ട അലമ്പാണ്. എന്താ അലമ്പ്? ഇവിടെ മൂടില്ല, ഞാൻ കണ്ടില്ല ഇങ്ങനെ ഇരിക്കണത്. ഓ രഹസ്യ മ്ലാനതയിൽ ഇരിക്കണ്ടില്ലേ? നല്ല പണി എടുക്കണം, ചുമ്മാ ഇരുന്നത് നമ്മൾ ആനത്തേക്ക് വരും. ഇവിടെ ആളുകൾ കുറവായിട്ട് ഞാൻ വേറെ വെളിയിൽ നിന്ന് എടുത്തല്ല അവിടെ പണി എടുക്കണം. ഇറങ്ങി പൊടി. നീ അതിന്റെ അമ്മായി ആവല്ല നീ. ഒന്നേക്കാണ് അവള് പണി എടുക്കണോ? വാ പുറത്തോട്ടോ. എവിടെ? ബോറടിക്കുന്നു, എനിക്കും ബോറടിക്കുന്നു. പുറത്തോടെ പോവാ? പുറത്ത് നമുക്ക് അമ്പലത്തിന്റെ അവിടെയൊക്കെ പോയി അവിടെ കൂടെ ഇങ്ങനെ കറങ്ങി ചായക്കടയിലൊക്കെ കയറി അപ്പുറത്ത് തൊട്ടടുത്തൊരു ജ്യൂസ് കടയിൽ. ചായക്കടയും ജ്യൂസ് കടയോ നിനക്ക്? ഞാൻ വയറ് നിറഞ്ഞ് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ അത് നമ്മളൊന്ന് നടന്നു വരുമ്പോഴേക്കും വയറൊന്ന് സെറ്റ്. എന്തായാലും നിവൃത്തിയില്ല, പറ്റില്ല, പോകാൻ പറ്റില്ല. എന്ത്? എന്റെ ബൈക്ക് നമ്മളെ രാജേശ്വരത്തോടെ പൂന്തുറ. സൈക്കിളിൽ പോവാം വാ. എനിക്ക് വയ്യ. എന്തിന്? എന്റെ സൈക്കിൾ. നിന്റെ പേര് അല്ലി എന്നാണ്? അല്ലിയേ? നമ്മളെ ലാലേട്ടൻ പറയുമ്പോ അല്ലിയുടെ സൈക്കിളിൽ പോവാന്ന് പറയുമ്പോ ഓ വാ. എടി പാടി. നിങ്ങൾ ഓടിയോ ഞാൻ പറയാ? ഇരിക്കോ? അല്ല നിങ്ങളെ വെച്ച് ഓട്ടിക്കാനുള്ള ത്രാണി എനിക്കില്ല. മോളെ പിങ്കി, രാമേ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചിന്നുമോൾ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു വില നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അവളെ ഈ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തിരുന്നേ. ഓരോരുത്തർക്കും വേണ്ട എന്തൊക്കെ അത് അറിഞ്ഞു ചെയ്യുമായിരുന്നു. എന്റെ കൂടെ 5 മിനിറ്റ് സമയമില്ല. അതെ അതെ, എനിക്കിപ്പോ ഒരു കഷ്ടം തോന്നുന്നു. ഞങ്ങള് തമ്മിലേ കീരിയും പാമ്പോ ഇടയ്ക്കിടയ്ക്ക് തട്ടിമുട്ടിയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പുറത്തോട്ടിരുന്നേ, ഞാനും ഒക്കെ അടിച്ചു വാരിയിട്ട് ഒരു ചായ ഇടാം. ചായ വേണ്ട, ഞങ്ങള് പുറത്തോട്ട് പോകാൻ പോണം. ആണോ? എന്നാ ഒരു കാര്യം, ചായ വേണ്ട. എന്താ ചായ വേണ്ട? പുറത്തോട്ട് പോയി കുടിച്ചിട്ട് വരാം. എവിടുന്ന് കുടിച്ചാ എന്താ? അല്ല എന്തായാലും പുറത്തോട്ട് പോയാൽ എന്തിനും. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ചായയൊക്കെ ഇട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഇവിടെ വെക്കാം. പഴംപൊരി? പഴംപൊരി ചെല്ലേ. ബാബാ ബാ. എന്താ എനിക്കൊന്നും പയ്യ. ഒന്ന് എണീറ്റിട്ട് എന്നെ കൂടെ ഒന്ന് പിടിച്ചേ. ഓ ഇവിടെ 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 ഈ കൈ വയ്യ എനിക്ക് ഒന്നാമത്. ഈ കൈ അയ്യോ എനിക്ക് വയ്യ. ഓക്കെ അച്ഛമ്മ, അച്ഛമ്മക്കാട്ട് എനിക്ക് വയസ്സായി. നീ സീരിയസ് ആയിട്ടാണ് പറയണേ? പിന്നെ തമാശ. എനിക്ക് വയ്യ. ബോറടിക്കണം. ഓ ചുമ്മാ വേറെ നിറഞ്ഞിരിക്കണ സൈക്കിൾ ആണോ? ഇല്ല, സൈക്കിൾ എവിടെ പോയിന്റെ? ഇരിക്കാൻ അറിയേണ്ടത് ജെന്റെ കൊണ്ട് തന്നിരുന്ന സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിരുന്നു. ഇവിടെ കാണും. ഇവിടെ എവിടെ സൈക്കിൾ താനെ എണിച്ച് നടന്നു പോയാ? പിന്നെ ഇവിടെ സൈക്കിൾ മോട്ടിങ്ങനെ കള്ളന്മാരുണ്ടായി വീട്ടിൽ. എനിക്ക് കണ്ടറിയാം, ഞങ്ങളല്ലേ വീട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ആരും. പക്ഷേ അച്ഛൻ മേടിച്ച സൈക്കിളാണ്. ഇവിടെ എവിടെ കാണും. ഇല്ലെങ്കിൽ നീ ഇവിടെ തന്നെ വെച്ചത്? ഓ അങ്ങോട്ട് തന്നെ വെച്ചത്? അതിന്റെ ആ ഭാഗത്ത്. അപ്പൊ ഉണ്ണിപ്പിള്ള എടുത്ത് അഴിച്ചു പണിതാണ്. എന്തിന്? എഞ്ചിൻ കംപ്ലൈന്റ് എന്നെല്ലാം പറയുമ്പോ സൈക്കിളില് വല്ല കാര്യമുണ്ട്? എന്ത് കഷ്ടം നോക്കണേ. അച്ഛൻ മിക്കവാറും കൊല്ലു തന്നെ. വാ നോക്കാം. ഹാപ്പനിങ് ആണ്. വാ പോയിട്ട് വരാം. ചെറുക്കെന്തിനാ കരയണേ? നിന്നെ ആരെങ്കിലും അടിച്ചാ? നീ എന്തിന് കരയണ? കാര്യം പറ. എന്തിന് ആരെങ്കിലും അടിച്ചാടാ നിന്നെ? സൈക്കിള് പിടിച്ചു വാങ്ങിച്ചു വെച്ചേക്കാണ്. സൈക്കിൾ നല്ലേ? എനിക്ക് കാര്യമുണ്ട്. എനിക്ക് കാര്യം എല്ലാം ഞാൻ ശരിയാക്കി തരാം. എവളെ സൈക്കിളാണ് എടുത്തോണ്ട് തന്നല്ലോ. കണ്ടാ എവളെ സൈക്കിൾ എടുത്തോണ്ട് ഇവൻ പോണ വഴിക്ക് ആ വളവിൽ ഏതാ അമ്മച്ചി ഇടിച്ച് പറപ്പിച്ച് അവരെ വീട്ടുകാർ വന്ന് ഇവന്റെ തലയിൽ കൊണ്ട് സൈക്കിൾ എടുത്തോണ്ട് സൈക്കിൾ പോയി. നീ ഇല്ലാത്ത പറയല്ലേ കേട്ടാ. ഒരു ബുക്ക് ചെറുക്കെടുത്ത് വെക്കടാ. എന്തോ സംഭവിച്ചേ? അച്ഛൻ സൈക്കിള് പിടിച്ചു വാങ്ങിച്ചു വെച്ചേക്കാണ്. ആശ വാങ്ങിച്ച 5000 രൂപ കടം വാങ്ങിച്ച 5000 രൂപ ഇന്ന് തിരിച്ചു കൊടുത്തല്ലാതെ സൈക്കിൾ തരൂല. ഞാൻ കൊറേ നേരം കാല് പിടിച്ച് പറഞ്ഞു. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞല്ല എന്റെ ഇടയ്ക്ക് തരൂല. ഞാൻ പറഞ്ഞപ്പോ എന്താ ഇപ്പൊ അതില് വലിയ കഥ കാണാം. അപ്പോ എന്റെ സൈക്കിള് മക്കളെ ഞാൻ 5000 രൂപ കടം വാങ്ങിച്ചത് ശരി തന്നെ. അത് നീ പറഞ്ഞില്ലേടാ അപ്പൊ തരൂന്ന് പറഞ്ഞില്ലേ? അതെന്റെ അടുത്ത് ആശ പറഞ്ഞില്ലല്ലോ. നീ കറക്റ്റ് അടിക്കണ്ടേ? നീ ഇവിടെ സൈക്കിൾ തന്നാ സൈക്കിൾ എടുത്തോണ്ട് പോയിട്ട് മക്കളെ കഷ്ടകാലത്തിന് ഞാൻ സൈക്കിൾ വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വണ്ടിക്കകത്തുണ്ടോ മക്കളെ? വലിയ ബില്ലും കൊണ്ടുപോകണം. അതും കൂടെ അടച്ചോളാം. ഇല്ലല്ലടാ, ഇത് ഈ വണ്ടിയുടെ ബുക്കും പേപ്പറുമാണ്. മക്കൾ ഇത് കൈ വെച്ചോ. അപ്പൂപ്പൻ സൈക്കിള് എടുത്തു തരാൻ പൈസ തരുമ്പോഴത്തേക്ക് സൈക്കിള് കൊണ്ട് വരുമ്പോഴത്തേക്ക്
ഈ ബുക്കും പേപ്പറും എനിക്ക് താ. കൊടുത്തു പോ അങ്ങോട്ട്. ഏ? പേപ്പർ, ഈ പാട്ടപ്പെട്ടിയുടെ പേപ്പർ ആർക്ക് വേണം? അപ്പോ ഒരു കാര്യം ഞാൻ പറയാം, 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്റെ സൈക്കിൾ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ മോശാനും മേടിക്കും, ശിശുവിനെ ദേ, പോവല്ലേ 24 നീ എവിടെ ചവിട്ടിക്കൊണ്ട് എവിടെ പോണു? ഒന്നും നടക്കാൻ പോണില്ല. 24 മണിക്കൂർ തന്നെ അറിയാമോ? നാളെ ഇതേ സമയത്ത് മകളെ, ദേ, 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 എനിക്ക് സഹിക്കാൻ വയ്യ. മകളെ, ഒരു 5000 രൂപ അച്ഛനിടാ. അച്ഛൻ ചോദിച്ചിട്ട് കൊടു. ഞാൻ അവിടെ അടിച്ച് ഉണക്ക ഇട്ടെങ്കിൽ ആ ഒരു സൈഡ് ഉണങ്ങി അടുത്ത സൈഡ് കൂടെ അടിച്ച് ഉണക്കിയിട്ട് തരാം. 5000 രൂപ മതിയാ? 5000 രൂപ കണ്ണി തൊട്ട ഈ വീട്ടിൽ ചെലവാണ്. ഞാൻ മരുഭൂമി തിരിച്ചു ഞാൻ ആ ഒട്ടകത്തിന്റെ കർണകളിൽ ഞാൻ ജീവിക്കാൻ പോണു. എനിക്ക് വയ്യ ഇവിടെ. വീട്ടിൽ പോയാ 5000. ഞാൻ നിനക്ക് തരാന്നല്ലേ പറഞ്ഞ. ആശാനെ നമുക്ക് മുങ്ങിയാലോ? എവിടെ? ഗോവയിലോട്ട്. എനിക്ക് പറയാനെ കാര്യമാക്കി. നീ ഇവിടെ വന്ന് കയറിയോട് കൂടി ഞാനും തുറഞ്ഞു, എന്റെ ഭർത്താവും തുറഞ്ഞു. പോടാ എന്റെ ജോലിയാക്കി.